ഹലോ, ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് വർക്കിംഗ് അല്ല. രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് പോയിട്ട് എൻ്റെ ഫ്രണ്ടും ഉണ്ട്, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സ്ഥലത്ത് പോകണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്, നടക്കുമെന്ന് അറിയത്തില്ല. പോവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു ചെയ്തിട്ട് ഫുൾ പരിപാടി. ഇന്ന് ഞാൻ പിന്നെ ഓഫീസ് ഫോൺ എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് ഓഫീസിൽ എന്തെങ്കിലും വർക്ക് വന്നാലോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് കോൾസ് വന്നാലോ എന്ന് വിചാരിച്ച് ഓഫീസ് ഫോൺ എടുത്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് വർക്കിംഗ് അല്ല, സാറ്റർഡേ ഓഫാണ്. ഇവിടെ ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്, പുറത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല. ഉച്ചയ്ക്കാകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 40 ആണെന്ന് തോന്നുന്നു ചൂട്. ഹലോ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. അത് കഴിഞ്ഞ ശേഷം 1-2 പരിപാടികളുണ്ട്, ഞാൻ വഴിയേ പറയാം. എനിക്ക് ഷേക്ക് സൈസ് റോഡിലൂടെ പോകുമ്പോഴത്തേക്ക് എപ്പോഴും ഭയങ്കര എപ്പോൾ നോക്കിയാലും ഞാനിങ്ങനെ ഓണ്ടർ അടിച്ചിട്ട് എനിക്ക് ഓരോ പ്രാവശ്യം ആ റോഡ് കാണുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ വ്യൂ ആണ് എപ്പോഴും ഫീൽ ചെയ്യാറ്. നിങ്ങൾക്ക് അങ്ങനെയാണോ? നമ്മളിങ്ങനെ ഇത്രയും വലിയൊരു റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് ആ ഒരു ഫീലിലല്ലേ ഇരിക്കാറുള്ളത്. ഞാൻ ഇപ്പോഴും ഈ 4 വർഷം അല്ലെങ്കിൽ 4.5 വർഷമായിട്ടും സ്റ്റിൽ ഞാൻ അതേ സെയിം ഫീൽ തന്നെയാണ് ആ റോഡ് കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വീനസിൽ നിന്നായിരുന്നു. അവിടുന്ന് ഒരു മിനി ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായിരുന്നു കഴിച്ചത്. കുറേ സാധനങ്ങളുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എൻ്റെ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. അതിനുശേഷം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, കേസേസ്. ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് എനിക്ക് വേറൊരു സ്ഥലത്തോടെ പോകണമെന്ന്, കാറ്റൽ മാർക്കറ്റ്. അങ്ങനെ ഞാൻ ഫൈനലി കാറ്റൽ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? ഞാൻ ഉണ്ടാവുമായിരിക്കും, ഞാൻ പോയിട്ടൊന്നും ഇല്ല അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും നാട്ടിൽ. ഇവിടെ വന്നിട്ട് പോയപ്പോഴത്തേക്ക് നമുക്ക് നാട്ടിൽ ഫീൽ. പിന്നെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലത്തൊന്നും പോകണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും കുറേ നാളുകൾക്ക് മുന്നേ പാൽ മേടിക്കുന്ന അപ്പുറത്തെ വീട്ടിലെ പശു ഉണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പം നമ്മൾ യൂഷ്വലി കാണുന്ന സാധനങ്ങളൊക്കെയാണ് പശുവും കാളയും എന്തൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതൊക്കെ ഒരു പുതിയ കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ നമ്മളങ്ങനെ കേൾക്കാത്ത കാര്യങ്ങളല്ലേ. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ നിറയെ കോഴികളും താറാവിനെയും ഞാൻ കണ്ടില്ല, കോഴിയും ആടും പശുവും പിന്നെ കാള എന്തൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നെയ്യൊക്കെ ഫ്രഷായിട്ട് കിട്ടും, അതേപോലെ പാല് ഫ്രഷായിട്ട് കിട്ടും. പാലിന് 10 ദിർഹം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കുറേ ഷോപ്സ് ഉണ്ട്, നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് എവിടെ നിന്നാണോ മേടിക്കുന്നത് അവിടെ നിന്ന് മേടിക്കും. നെയ്ക്ക് ഞാൻ കുറേ ആൾക്കാർ വീഡിയോ ഇട്ട് കണ്ടിട്ടുണ്ട്, 30 ദിർഹമാണ്, എല്ലായിടവും സെയിം പ്രൈസ് ആണെന്നൊക്കെ. പക്ഷേ എനിക്ക് 25 ദിർഹംസിന് കിട്ടിയിട്ടുണ്ട്. ഈ കടയിൽ നിന്നായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ അതൊക്കെ മേടിച്ച് അതിനുശേഷം പിന്നെ അടുത്ത എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും പുറത്തിറങ്ങി. ഇന്ന് എനിക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും കൂടെ ഉണ്ട്. അപ്പം ഞാൻ നേരെ ഗ്രോസറി മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ഞാൻ ഈ പൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ 10 ദിർഹത്തിന് കിട്ടിയ പാല്, ഫ്രഷ് മിൽക്കാണത്. എനിക്ക് നന്നായിട്ടാണ് തോന്നിയത്. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ചായ കുടിച്ചു, കൊള്ളാം. ഇപ്പോൾ ലുലുവിൽ വന്നിരിക്കുവാണ് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. കാറ്റൽ മാർക്കറ്റ് ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, എന്തായിരുന്നു ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നിട്ട് ജസ്റ്റ് ഒരു കട ഇങ്ങനെ കാണുമ്പോൾ നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ഇറങ്ങിയാണ് ചെയ്തത്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനം മേടിക്കണം, എന്തായാലും പുറത്തിറങ്ങിയതല്ലേ. പിന്നെ എൻ്റെ ഫ്രണ്ടും ഉണ്ട്, അപ്പം എന്നെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പം സാധനം എല്ലാം മേടിച്ച് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടുപോകാം, വണ്ടി എല്ലാം ഉണ്ട്. അതുകൊണ്ട് സാധനം കൂടെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. പിന്നെ ഇനിയിപ്പോൾ നാളേക്ക് വീക്കെൻഡ് അല്ലേ, ഇനിയിപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പുറത്ത് ഭയങ്കര ചൂട്, ഒട്ടും പറ്റത്തില്ല പുറത്ത്. അവയെ സാധനം മേടിച്ചിട്ട് കാണിച്ചു തരാം ബാക്കി. ഇതിന് എത്രയാണ്? 54 അപ്പോൾ ഇന്ന് ഇതെൻ്റെ ഗ്രോസറി പർച്ചേസിങ് വീഡിയോ ആണ്. ഞാനൊരു 2 ആഴ്ചയ്ക്ക് കുടുംബത്തേക്കാണ് ഗ്രോസറി മേടിക്കാറ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഊണിന്ന് ഓർഡർ ചെയ്യാറാണ്. ഞാൻ പുറത്ത് പോയിട്ട് ബൾക്കായിട്ട് മേടിക്കുന്ന ഒരു 2 വീക്സിലൊക്കെയാണ്. ചിലപ്പം 1 വീക്കിൽ മേടിക്കും, ചിലപ്പോൾ 2 വീക്സിൽ മേടിക്കും, ഡിപ്പെൻസ്. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ പോകും, അങ്ങനെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെറിയ സാധനങ്ങൾ 1-2 സാധനങ്ങളൊക്കെ ഉള്ളെങ്കിൽ ഞാൻ അതിന് ഊണിന്ന് വല്ല ഓർഡർ ചെയ്യുക. അങ്ങനെയാണ് ഞാൻ യൂഷ്വലി പോകാറുള്ളത്. പിന്നെ ഈ ബീഫ് നിങ്ങൾക്ക് അറിയില്ല, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട്. ഞാൻ ഒരു ദിവസം വീഡിയോ ഇട്ട് തരാം അതിൻ്റെ കുക്ക് ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചക്ക കണ്ടു ലുലുവിൽ. എൻ്റെ ദൈവമേ, 50 ദിർഹം അത്രയും കണ്ടായിരുന്നു എഴുതി വെച്ചിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ പിന്നെ ചക്കയ്ക്ക് കുറേ റേറ്റ് ആണ്. പിന്നെ ഞാനിപ്പോൾ ഗ്രോസറി മേടിച്ചാലും 250 അബോ ആണ്, അങ്ങനെ 260 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ലുലു നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനിയൊന്നുമില്ല പരിപാടി. ഇനി രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയിരുന്നതുകൊണ്ട് അവിടെ നിന്ന് സെക്യൂരിറ്റി എന്നെ നോക്കി. രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയിരുന്നതുകൊണ്ട് ഇനി എനിക്കൊന്നും വേണ്ട, വീട്ടിൽ പോയി ഫ്രഷായി കിടന്നുറങ്ങണം. പുറത്തോട്ടൊന്നും ഒട്ടും നിൽക്കാൻ പറ്റും. ഞാൻ ആലോചിക്കും പുറത്ത് വർക്ക് ചെയ്യുന്നവരുടെ ഒരു അവസ്ഥ. കാരണം ഞാനിപ്പോൾ ഒരു തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ച് തീർത്തതേ ഉള്ളൂ.
ഭയങ്കര ചൂട്, രക്ഷയില്ല. പുറത്ത് നിന്ന് കഴിഞ്ഞാൽ പുറത്ത് ഇതിൽ നമ്മൾ എ സിയിലോട്ട് അകത്ത് കയറുമ്പോഴത്തേക്ക് ഭയങ്കര ഡീഹൈഡ്രേറ്റ് ആയിട്ട് തളർന്നു പോകുന്ന പോലെ ക്ഷീണമാവുന്നുണ്ട്. നല്ല ചൂടായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എന്തിനാ ഞാൻ ഈ വെയിലെത്തിക്കുന്നത്? ഇത്രയും സാധനം പൊക്കിക്കൊണ്ട് വരാനുള്ളത് കൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ എസ്പെഷ്യലി പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുറേ വെള്ളം കുടിക്കുക. പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കുപ്പിക്കകത്ത് വെള്ളം എടുത്തിട്ട് പോകാൻ പറ്റുമെങ്കിൽ വെള്ളം എടുത്തിട്ട് പോയിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. കാരണം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നല്ല ചൂടുണ്ട്, നമ്മൾ അറിയത്തില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആവും, ടയേർഡ് ആവും. അപ്പോൾ വെള്ളം കുറേ കുടിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടാവും. കാരണം പ്രത്യേകിച്ച് ഇവിടെ നല്ല ചൂടുണ്ട് ഇപ്പം. ഞാൻ എല്ലാം അടുക്കി ക്ലീൻ ചെയ്ത് വെച്ചു. ഇത് ഞാൻ പൊട്ടിച്ചു, ഒരെണ്ണം അവിടെ മണത്തിന് വേണ്ടി ഇട്ടു, ബാക്കി എടുത്ത് വെച്ചു. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഇതാണ്, നല്ല ഫ്രഷ് മണം ഉണ്ടാവും ഇത്. എൻ്റെ സ്റ്റോർ റൂമിലേക്ക് വെക്കാം. ഇവിടെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് റാക്ക് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണ്. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്നോ, എനിക്ക് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യണമായിരുന്നു റാക്ക് ബാങ്കിൻ്റെ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ബാങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ക്ലോസ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇവർ ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുക്കുന്ന പോലെ അത്ര ഈസി അല്ല ക്ലോസ് ചെയ്യാൻ. ക്ലോസ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് കസ്റ്റമറെ നഷ്ടപ്പെടുമല്ലേ, അപ്പോൾ അവർ അങ്ങനെ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് തരത്തില്ല. അപ്പം ഞാൻ അങ്ങനെ ഞാൻ ബാങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ജോബൊക്കെ നിർത്തി ഇവിടുന്ന് പോവാണ്, എൻ്റെ വിസ യെസ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഐ ആം ഗോയിങ് ടു ക്യാൻസൽ മൈ വിസ, സോ ഐ നീഡ് ടു ക്ലോസ് ഓൾ ദി കാർഡ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സഡൻലി എൻ്റെ കാർഡ് ബ്ലോക്ക് ചെയ്തിട്ടേ പോയി. കാർഡ് ബ്ലോക്കായി. പിന്നെ ക്ലോസിങ് റിക്വസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആക്റ്റീവ് കാർഡ് വേണം. ആക്റ്റീവ് കാർഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നാട് വിട്ട് ഇവിടുന്ന് വിട്ടു പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ബാങ്കിൻ്റെ റൂൾസ് പ്രകാരം അങ്ങനെ ആരെങ്കിലും ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർക്ക് ആ കാർഡ് ബ്ലോക്ക് ചെയ്യണമെന്നാണ്. അപ്പോൾ എനിക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ കസ്റ്റമർ കെയർ വിളിക്കുമ്പോഴത്തേക്ക് കസ്റ്റമർ കെയർ കണക്ട് ആവുന്നില്ല. കസ്റ്റമർ കെയർ വിളിക്കുന്ന സമയത്ത് കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് കാർഡിൻ്റെ പിൻ നമ്പർ നമ്മൾ എൻ്റർ ചെയ്താലേ നമുക്ക് കസ്റ്റമർ കെയറിലോട്ട് കണക്ട് ആവത്തുള്ളൂ. അപ്പം കാർഡിൻ്റെ പിൻ നമ്പർ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഈ കാർഡ് ആക്റ്റീവ് അല്ലാതുകൊണ്ട് ഫർദർ അസിസ്റ്റൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കോള് ഡിസ്കണക്റ്റ് ആവും. പിന്നെ ഞാൻ എമർജൻസി ലൈനിൽ അതിനകത്ത് വിളിച്ചിട്ട് അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് പുതിയ കാർഡെങ്കിൽ ഇഷ്യൂ ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ എന്തോ പറഞ്ഞതുകൊണ്ടാണ് ഇത് ബ്ലോക്ക് ആക്കിയത്. അങ്ങനെ ഞാൻ ആകെ ട്രാപ്പായി പോയി. ഞാൻ ഭയങ്കര ഐഡിയ പ്രയോഗിച്ചതായിരുന്നു. അത് എനിക്ക് വലിയൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ ആ എമർജൻസിയിൽ വിളിക്കാനും കണക്റ്റ് ആവാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് വളരെ ഈസിയാണ്. ഇവിടെ സാലറി ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡൊക്കെ കിട്ടും. പക്ഷെ അതൊക്കെ ക്ലോസ് ചെയ്യാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഇപ്പം അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യൂ, പുതിയ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പുതിയ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ആയി. അപ്പം ഇനി അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ക്ലോസിങ്ങിൻ്റെ റിക്വസ്റ്റ് ഇടാൻ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവർ വന്നപ്പോഴാണ് ഐ ഡി ചോദിച്ചപ്പോൾ ഞാൻ ഐ ഡി എടുത്ത സമയത്താണ് ആലോചിക്കുന്നത്, ഇപ്പം എൻ്റെ ഐ ഡി അടുത്ത മാസം എക്സ്പയർ ആവും. അപ്പം രണ്ടാമത്തെ ഐ ഡി ആയത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ, ഇനിയിപ്പോൾ 5ാമത്തെ വർഷം, 2 വർഷമാണ് നമ്മുടെ വിസ ഉള്ളത്. അപ്പം ഫസ്റ്റ് 2 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി, സെക്കൻഡും കംപ്ലീറ്റ് ആയി, 2 ഇയേഴ്സ് 4 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി. ദെൻ ഇപ്പം 4 ഇയേഴ്സ് ആൻഡ് 3 മന്ത്സ് കഴിഞ്ഞു. ദെൻ 5 ഇയേഴ്സ് എൻ്റെ വിസ ഇപ്പം 5ാമത്തെ വർഷത്തെ വിസ ഇപ്പോൾ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് മന്ത് ആണ്. അപ്പോൾ ഞാൻ ആലോചിക്കുക എത്ര പെട്ടെന്ന് സമയം പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ എത്തിയത് ഇങ്ങനെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഞാൻ ദുബായിലേക്ക് വന്നു എന്നാണ് തോന്നുന്നത്. പക്ഷെ 5 വർഷമായി. എനിക്ക് 5 വർഷം എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല, എനിക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഐ ആം ലിറ്റിൽ ബിറ്റ് ഇമോഷണൽ. പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തു ഞാൻ ഇവിടെ വന്നതിന് ശേഷം. ഞാനെടുത്ത ഏറ്റവും വലിയ ഡിസിഷനിൽ ഞാൻ ഏറ്റവും ഹാപ്പി ആൻഡ് പ്രൗഡായിട്ടുള്ള ഡിസിഷനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിച്ച് ജോലി കിട്ടി. അത് ഇവിടെ വരുന്ന എല്ലാവരും, കുറേ ആൾക്കാരൊക്കെ മറ്റുള്ളവരുടെ ഹെൽപ്പിലായിരിക്കും ജോബ് കിട്ടുന്നത്. പക്ഷേ സാധാരണയായിട്ട് നോർമലായിട്ട് വരുന്ന ഏതാൾക്കാരും കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിക്കും. നമ്മളങ്ങനെ ഒരു ജോലി കണ്ടുപിടിച്ച് നല്ലൊരു രീതിയിൽ ആ ലൈഫ് കൊണ്ടുപോയി. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലിനെയും നന്നായിട്ട് നോക്കി. അതോടൊപ്പം നമ്മുടെ എല്ലാ ഡ്രീംസും നമ്മളിങ്ങനെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഈ 5 വർഷത്തെ കരിയർ ഒന്ന് ബാക്കിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇവിടെ വന്നതുകൊണ്ട്, എനിക്ക് ജോലി കിട്ടിയതുകൊണ്ടും, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഞാൻ എത്തിയത് കൊണ്ടുമാണ് എൻ്റെ കുറേയൊക്കെ കാര്യങ്ങൾ നടന്നത്. ഞാനൊരു നാട്ടിലൊരു വീട് വെച്ച്, അപ്പം
ഞാൻ എൻ്റെ ജോലി കിട്ടിയ 2ാമത്തെ വർഷത്തിൽ എൻ്റെ വീട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. വീടിൻ്റെ പണി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് ആരുടെയും ഹെൽപ്പില്ലാതെ എൻ്റെ സ്വന്തമായിട്ടാണ്. അതേപോലെ തന്നെ അത് വീട് വെച്ചു എന്ന് പറയുന്ന കൂടെ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിനോടൊപ്പം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഫ്ലാറ്റ് എടുത്തു. അപ്പം കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതെല്ലാം എനിക്ക് ജോലി കിട്ടിയത് കൊണ്ടും. ഞാനെപ്പോഴും എൻ്റെ കുറേ കസിൻസ് ഉണ്ട് നാട്ടിലൊക്കെ ആണെങ്കിലും പഠിച്ചിട്ട് വെറുതെ അവിടെ PSC ഒക്കെ എഴുതി ഗവൺമെൻറ് ജോബിന് വേണ്ടി നിൽക്കുവാണ്. പക്ഷേ അങ്ങനെ PSC എഴുതി ഗവൺമെൻറ് ജോബിന് വേണ്ടി നിൽക്കുമ്പോഴും ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് 2 പിള്ളേർക്ക് ട്യൂഷൻ എടുത്തെങ്കിലും നമുക്ക് എപ്പോഴും ഒരു നമ്മൾ ജോലി ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന പൈസ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഒരാളുടെ അടുത്ത് പോയിട്ട് എനിക്ക് ഇപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പോയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇഫ് ഐ ആം മാരീഡ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കിത് വേണം, എനിക്കിതിന് പൈസ വേണമെന്ന് ചോദിക്കുന്ന ആ ഒരു കോൺസെപ്റ്റിനോട് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. എപ്പോഴും ഞാൻ പറയുന്നത് ഒരു ആസ് എ വുമൺ അല്ലെങ്കിൽ ഒരു എന്തോ ആയിക്കോട്ടെ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മളുടെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. കാരണം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് വേണ്ടി കുറേ നാൾ കഷ്ടപ്പെടുകയല്ല. ആ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പീരീഡ് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാം. അതിപ്പോൾ ഒരു 2 പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാം. കാരണം നമ്മൾ പഠിച്ചില്ലേ, പഠിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ലതല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും നമ്മളുടെ കയ്യിൽ ഒരു കുറച്ച് പൈസ വരുമ്പോഴത്തേക്ക് അത് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്കത് ഭയങ്കര വാല്യുബിളായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പഠിച്ചു കഴിഞ്ഞ സമയത്തും എനിക്ക് അച്ഛൻ പൈസ തരുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ ഞാൻ നാട്ടിൽ നിന്നിട്ടുണ്ട്. 1.5 ഇയേഴ്സ് ഞാൻ വെറുതെ നാട്ടിൽ നിന്നു. ആ സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് ചേച്ചി ആ ചേച്ചിയുടെ മോനെ നന്നാക്കണം, അവനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പ്ലീസ് എന്നെ കൊണ്ടുവന്ന് ആക്കി. അപ്പം എന്നെ കൊണ്ടുവന്ന് ആക്കിയപ്പോൾ ഞാൻ അവനെ എനിക്കൊരു ടൈം പാസ് എന്നുള്ള രീതിയിൽ ഞാൻ അവന് ട്യൂഷൻ എടുക്കുമായിരുന്നു. ഞാൻ അവൻ ട്യൂഷനൊക്കെ എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ക്ലാസ്സിൽ നല്ല പഠിക്കുന്നത് സെറ്റായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ അറിഞ്ഞിട്ട് വേറെ 2-3 പിള്ളേരും കൂടെ വന്നു. അപ്പം എനിക്ക് അത് വലിയൊരു പൈസ ഒന്നും കിടത്തില്ല. ഒരു 3-4 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു. കുട്ടി പിള്ളേരായിരുന്നു. അപ്പം ട്യൂഷൻ എടുത്തിട്ട് അപ്പോൾ എനിക്ക് ആ ഒരു പൈസ ഞാൻ ചിലപ്പം ഫിലിം കാണാൻ പോകുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. വീട്ടിൽ ചിലവിനോടൊക്കെ അങ്ങനെയൊന്നും അല്ല, ഞാൻ എൻ്റെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം അന്ന് മുതലേ അല്ലെങ്കിൽ എനിക്ക് മുന്നേ ഉണ്ടായിരുന്നതാണ് എനിക്ക് സ്വന്തമായിട്ട് ജോലി മേടിക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് വെക്കണം, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം എന്നുള്ളത് എനിക്ക് മുന്നേ ഉണ്ടായിരുന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാനിപ്പോൾ ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്കെല്ലാവരോടും പറയാനുള്ളത് അത് തന്നെയാണ്, എസ്പെഷ്യലി ഗേൾസിനോട്. കാരണം എപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ ഒരു വഴി ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കുക. ആ ഒരു ചെറുതായിട്ട് ഞാനിപ്പോൾ ഈ ട്യൂഷൻ എടുക്കുക എന്ന് പറയുന്നത് ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും ബേസിക്കലി നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം നമുക്കൊരു ട്യൂഷൻ എടുത്താൽ പോലും ഒരു 1000-2000 രൂപ കിട്ടിയാലും മതി. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് നമുക്കത് യൂസ് ചെയ്തുകൂടെ? ബാക്കിയുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തോളൂ. അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ജോലി കണ്ടുപിടിച്ച് മാരേജ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സെക്കൻഡറി ആയിട്ട് കാണുന്നുള്ളൂ. നമ്മൾ നമ്മുടെ ലൈഫ് സെറ്റിലാക്കുക, നമ്മൾ സെറ്റാവുക, അതിനുശേഷം കല്യാണം കഴിക്കുക, കുട്ടികളാവുകയോ നന്നായിട്ട് ആ ഒരു ലൈഫിലേക്ക് പോകാം. എന്തായാലും ആ ഒരു ലൈഫ് നമ്മൾക്ക് ഒരു സ്റ്റേജിൽ പോകേണ്ടി വരും. ഇപ്പം ഞാനാണെങ്കിലും കുറച്ച് നാളിനുള്ളിൽ കല്യാണം കഴിക്കും. പ്രായമൊക്കെ ആണെങ്കിലും കല്യാണം കഴിക്കണമല്ലോ. അത് നമുക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് കല്യാണം കഴിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ അതിന് മുന്നേ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവണം. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ 5ാമത്തെ വർഷത്തിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ 5 വർഷം കൊണ്ട് ചെയ്ത് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത എല്ലാ കാര്യങ്ങളിലും സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒരു കാര്യം മാത്രമാണ് ഇവിടെ വന്നിട്ട് ഞാൻ ഈ 5 വർഷം ഞാൻ മാറ്റി വെച്ചത്. ആ കാര്യം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതെന്താണെന്നുള്ളത് ഞാൻ ഉടനെ പറയാം. ഞാനത് ഈ വർഷം എന്തായാലും ഞാൻ ചെയ്തിരിക്കും. ഞാൻ എല്ലാവരോടും പറയുന്നത് ഈ വർഷം ഞാനത് ചെയ്തിരിക്കും. അത് ചെയ്തിട്ട് ഞാൻ എന്താണെന്നുള്ളത് പറയാം. എന്താണ് ഞാൻ ഇത്രയും നാൾ മാറ്റി വെച്ചത്. മേ ബി എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നെ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു കാര്യം ഞാൻ ഭയങ്കരമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ വർഷം എന്തായാലും ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം പിന്നെ വെറുതെച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഇത് പുറത്തൊക്കെ പോയിട്ട് എല്ലാ സാധനം മേടിച്ചിട്ടൊക്കെ വന്നതല്ലേ. ഇപ്പം ഇനിയിപ്പോൾ കുക്ക് ചെയ്യണം, ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം. അതാണ് പരിപാടി. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇനി ഞാൻ കാണിക്കുന്നില്ല. ഹലോ, അപ്പം ഞാൻ വന്നിട്ട് അരി കഴുകാൻ എൻ്റെ പ്രസംഗമൊക്കെ നിർത്തിയായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അരി കഴുകാൻ ഇട്ടു.
മീൻ എടുത്ത് വെള്ളത്തിലിട്ടു. ഇത് ഫ്രൈ ചെയ്യണം. ആൻഡ് പൊട്ടറ്റോ, ഞാൻ പൊട്ടറ്റോ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്യണം. അപ്പോൾ എനിക്ക് ഇന്നത്തെ പ്ലാൻ ഫിഷ് ഫ്രൈയും പൊട്ടറ്റോ ഫ്രൈയും ഉണ്ടാക്കാമെന്നായിരുന്നു. കാരണം എൻ്റെ ഈ പൊട്ടറ്റോ കുറേ ദിവസമായിട്ട് ഞാൻ നോണിൽ നിന്ന് മേടിച്ചിരിപ്പുണ്ടായിരുന്നു, സ്മോൾ പൊട്ടറ്റോസ്. അപ്പോഴത്തേക്ക് അതെല്ലാം ഉണ്ടാക്കി ഫിഷ് ഫ്രൈയും ഉണ്ടാക്കി. ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ട് വന്നുകൊണ്ട് ഞാൻ നേരെ പോയി കുളിച്ച്. ഞാൻ പുറത്ത് പോയിട്ട് വന്നിട്ട് ഞാൻ കുളിച്ചിട്ടില്ലായിരുന്നു. നേരെ ഞാൻ പോയി കുക്ക് ചെയ്ത് കുളിച്ചെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഫുഡെല്ലാം എടുത്ത് സെറ്റാക്കി. ഓൾറെഡി ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ചമ്മന്തിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചമ്മന്തിപ്പൊടി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം മുടിയൊക്കെ ഒന്ന് ഉണക്കി. അതിനുശേഷം പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അപ്പോഴത്തേക്ക് തന്നെ ഒരു 3 മണി സമയം ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ഉറങ്ങിയില്ല, ഞാൻ കുറച്ച് നേരം കിടന്ന് റീൽസൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. ഇപ്പം സമയം നോക്ക്, 7:15 ഇവിടെ ഇപ്പോഴും നല്ല വെട്ടവും വെളിച്ചമൊക്കെയാണ്. രാത്രി ആവുന്നില്ല. ഇപ്പോൾ ഇവിടെ സമ്മർ കൊടും ഭീകരതയിലെത്തിയത് കൊണ്ട് ഇതാണ് അവസ്ഥ. 8 മണിയൊക്കെ വരെ എനിക്ക് തോന്നുന്നു ഒരു 7:30 വരെയും ഇത് തന്നെ. 7:30 അല്ല, 8, ഓൾമോസ്റ്റ് 8 ആകുമ്പോഴത്തേക്ക് രാത്രി ആവത്തുള്ളൂ. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ കുറച്ച് നേരം കിടന്ന് ക്ഷീണമായിരുന്നു, പുറത്തൊക്കെ പോയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എണീറ്റ് ഇനി ചായ ഇട്ട് കുടിച്ചിട്ട് കുറച്ച് നേരം ഇടയ്ക്ക് ഇരിക്കണം, പിന്നെ വീണ്ടും കിടന്നുറങ്ങും. പുറത്തൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഭയങ്കര ചൂടാകുന്നേ. പുറത്ത് പോയി കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ഭയങ്കര ഡീഹൈഡ്രേറ്റ് ആവും. ഇപ്പോൾ ഇവിടെ സമയം 7:30 കഴിഞ്ഞപ്പോഴും ഇതാണ് അവസ്ഥ. ഇത്രയും വെട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. ഞാൻ പോയി ചായ ഉണ്ടാക്കി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ ആയിരുന്നു എഡിറ്റ് ചെയ്ത് ചായയൊക്കെ കുടിച്ച്. പിന്നെ ഞാൻ കുറേ നേരം അങ്ങനെ ഇരുന്നു. കാരണം നമുക്ക് ഈ ഒരു ശനി ഞായറും ഒക്കെയാണ് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ കിട്ടുന്ന സമയം. അപ്പോൾ ഇപ്പം പിന്നെ ചൂടും കൂടെ ആയതുകൊണ്ട് പുറത്ത് പോകുന്നത് ഞാൻ മാക്സിമം ഒഴിവാക്കുക. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ മാക്സിമം പുറത്ത് പോകുന്നത്. അല്ലാതെ ഇപ്പോൾ കറങ്ങാൻ പോവുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് എണീറ്റിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ചിക്കൻ്റെ ഫില്ലിങ്സ് ഇരിപ്പുണ്ടായിരുന്നു റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാൻ റോളും ഒരു മുട്ടയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും എടുത്ത് കഴിച്ചു. അതായിരുന്നു എൻ്റെ ഡിന്നർ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.